സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് നൊട്ടോറിയസ് ക്രിമിനൽ ആയിട്ടുള്ള ഗോവിന്ദചാമി എന്ന് പറയുന്ന ഭിക്ഷക്കാരനായിരുന്നിട്ട് കോടീശ്വരനായി മാറിയ ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അതിദാരുണമായി ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന ചോരയുടെ മണം ആസ്വദിക്കുന്ന ഒരു സൈക്കോ കില്ലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോ ആയിട്ടുള്ള പീഡന വീരനായിട്ടുള്ള ഗോവിന്ദചാമിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്. അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിയതും അതിനുശേഷം ഗോവിന്ദചാമിയെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതും പിന്നീട് അതിനുശേഷം ഇപ്പോൾ സബ് ജയിലിലേക്ക് മാറ്റിയതുമെല്ലാം നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ ഇതിൽ ഗോവിന്ദചാമി ഈ ജയിലിൽ നിന്ന് ചാടിയെന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഗോവിന്ദചാമി അവിടുന്ന് ചാടിയതിൽ ഗോവിന്ദചാമിക്ക് അകത്തും പുറത്തും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു. ജനങ്ങൾ കൂടുമെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ പിന്തുണച്ച ആളുകൾ ഒരുപക്ഷെ ഓടി രക്ഷപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഈ സഹായ ഹസ്തവുമായിട്ട് ഗോവിന്ദചാമിയുടെ അരികിലേക്ക് എത്താതിരുന്നതാവാം ഈ ഗോവിന്ദചാമി പിടിക്കാൻ ഇടയുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്. നാട്ടുകാരിൽ ഒരാൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയും ഗോവിന്ദചാമി എന്ന് പറയുന്നവനെ പിടിക്കപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ അവനെ പിടിക്കുകയും ചെയ്തു. ഈ ജയിലിലുള്ള തടവ് പുള്ളികൾ പാലിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നത് പാലിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് ഗോവിന്ദചാമിയുടെ രൂപം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരുപക്ഷെ ഗോവിന്ദചാമിയെ കൂട്ടിലിട്ട് അടച്ചു വളർത്തിയ പട്ടിയെ പോലെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവന് ഷേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവന് തലമുടി വെട്ടാനോ ഒന്നും സമയം കിട്ടാഞ്ഞത് കേട്ടോ. എന്തായാലും ഇവൻ ക്ഷീണിക്കാനായിട്ടും അല്ലെങ്കിൽ ഇവൻ ഡയറ്റ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടുള്ള പിന്തുണ സർക്കാർ നിയമിച്ചിട്ടുള്ള പോലീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളതിൻ്റെ ഫലമായിട്ട് അവൻ്റെ വണ്ണവും കുറച്ച് ഒരു കമ്പിക്കിടയിൽ കൂടി ഒഴുകി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അവൻ മാറിയിട്ടുണ്ട്. ഒരു സിനിമ കാണാതെ എങ്ങനെ ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന് പറയുന്ന ഭിക്ഷക്കാരനായിരുന്നിട്ട് അതിൽ നിന്ന് കുറേ കാശുണ്ടാക്കി പിന്നീട് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അതിനെ പീഡിപ്പിച്ച് എങ്ങനെയാണ് പിന്നെ ഇവന് ഈ രീതികളിലേക്കൊക്കെ എത്തുന്നത്? അതിന് പൂർണ്ണമായിട്ടും അവനെ പിന്തുണയ്ക്കുന്ന അവൻ്റെ പണത്തിൻ്റെ അളവ് അവൻ്റെ സ്രോതസ് കണ്ടിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ തന്നെയായിരിക്കും ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് മുന്നിലേക്ക് നിന്നതെന്നുള്ളത് ചോറ് തിന്നുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കിടയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രതിനിധികൾ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ കണ്ടു. ജ്യോതികുമാർ ചാമക്കാല പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംവാദം ഉണ്ടാകുമ്പോൾ ഇതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിലെ പ്രതിനിധി പറയുന്നത് ഈ സ്കൂളിൽ പോയിട്ട് ചോറ് തട്ടിയെറിഞ്ഞ് നിങ്ങൾക്കാണോ ജയിലിലെ കാര്യങ്ങളെപ്പറ്റി പറയാൻ അവകാശമുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവരിപ്പോഴും ആ ചോറ് തട്ടിക്കളഞ്ഞ വിഷയങ്ങളിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇവർക്കൊന്നും ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ വലിയൊരു നൊട്ടോറിയസ് ക്രിമിനൽ അല്ല. ഇവർക്കെല്ലാം ഇവൻ്റെ രക്ഷകനായിരിക്കും ഒരുപക്ഷെ ഇവർക്കെല്ലാം മക്കളെ പോലെ ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്കും ഈ പറയുന്ന നമ്മുടെ കോടതിക്കുമെല്ലാം ഒരു മകനെ പോലെ, ആളൂരെന്ന് പറയുന്നവന് മകനെ പോലെ ആയിരുന്നു ഗോവിന്ദചാമി എന്നുള്ളത് നമുക്കറിയാം. ആളൂര് പട്ടി ചത്ത പോലെ ചത്തു, ആരും മൈൻഡ് ചെയ്തില്ല. ആളൂരെന്ന് പറയുന്നവനാണ് ഈ ഗോവിന്ദചാമിയെ രക്ഷിക്കാനും അവനെന്ന് പറയുന്ന ഈ പറയുന്ന നായിൻ്റെ മുൻ നിരപരാധി എന്ന് പറയാനും ഈ കാര്യങ്ങളിലേക്കൊക്കെ മുന്നിലേക്ക് പ്രസ്താവനയായിട്ട് വന്നത്. ആളൂരിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അർദ്ധരാത്രിയിൽ ഒരു സാധാരണ പെൺകുട്ടി എന്തിനാണ് ട്രെയിനിൽ യാത്ര ചെയ്തതെന്ന്. അവൻ്റെ അമ്മയും പെങ്ങളും ഇതുപോലെ യാത്ര ചെയ്യാറില്ല. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല, ഞാൻ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തായാലും ഇവൻ്റെ കുടുംബത്തിലുള്ള ആളുകളും ഇതുപോലെ യാത്ര ചെയ്യുന്നതല്ലേ. ക്രിമിനൽ ലോയർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്തയില്ലായ്മ കാണിക്കുന്നതൊക്കെ അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഗോവിന്ദചാമിയിലേക്ക് നമുക്ക് തിരികെ വരാം. ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ വലതുകൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കയറിൽ പിടിച്ച് കിടക്കുകയും ആ സെൻട്രൽ ജയിലിൻ്റെ വലിയ മതിലുകൾ ചാടിക്കിടക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരും പോലീസുകാരും പറയുന്നത്. പിന്നെ എന്ത് മൂഞ്ചാനാണ് ഇങ്ങനെ മതിലുണ്ടാക്കിയിട്ടിരിക്കുന്നത്? ഒരു പ്രതിക്ക് നിസ്സാരമായി ചാടിപ്പോകാൻ സാധിക്കുന്നത്ര ഉയരത്തിലാണ് ആ മതിലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു സുരക്ഷ നിങ്ങൾ ക്രമീകരിക്കുന്നത്? അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലും അവൻ ചാടിയ സമയത്ത് ഓഫായിരുന്നു. അവിടുത്തെ CCTVകളൊന്നും വർക്കായില്ല. അവൻ്റെ സെല്ലിൽ വരെ ക്യാമറ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പല ന്യൂസിലും കണ്ടു. അതുപോലും സമയത്ത് വർക്ക് ചെയ്തില്ല, സമയോചിതമായി പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ടാണ്? അതെല്ലാം ഇതിനകത്തിലെ ഒരു ഇരുട്ടിൽ തപ്പുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇരട്ട നീതി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ. പോലീസുകാരെല്ലാം അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് കൂടുതൽ അതിനെപ്പറ്റി പറയാനായിട്ട് തയ്യാറാവുന്നില്ല. നമ്മുടെ ഈ പറയുന്ന പ്രതിനിധികൾ, അതായത് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രതിനിധി പോലും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. MV ഗോവിന്ദൻ മാഷ് രാവിലെ ഒരു പ്രസ്താവന ഇറക്കി, അത് വീഴ്ച വന്നിട്ടുണ്ടല്ലോ, അത് എല്ലാവർക്കും മനസ്സിലായതല്ലേന്ന്. അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണുപോയൊരു കാര്യം വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആർക്കാണ് വീഴ്ച വന്നത്? ഇത് സൗമ്യയ്ക്കോ സൗമ്യയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയല്ല, ഇതൊരു സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ വന്നൊരു വീഴ്ചയല്ല. ഇത് പിന്നെ എവിടെ വന്ന വീഴ്ചയാണ്? നമ്മുടെ ആഭ്യന്തരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പാളിച്ചയും വീഴ്ചയുമാണ്. ആഭ്യന്തരം ഭൂലോക തോൽവിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത്രയും നൊട്ടോറിയസ് ക്രിമിനൽസിനെ പാർപ്പിച്ചിരിക്കുന്ന ഒരിടത്ത് നിന്ന് അവർ ചാടി പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിലേക്ക് വേറൊരാൾ വന്നിരുന്നെങ്കിൽ അവനെ പീഡിപ്പിച്ചേനെ, അല്ലെങ്കിൽ ഈ സൗമ്യയുടെ വീട്ടിലേക്ക് ചെന്ന് അമ്മയെ കൊന്നേനെ. ഇതിനൊക്കെ ആര് സമാധാനം പറയും? നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു സംരക്ഷണവും കൊടുക്കാൻ സാധിക്കാത്ത സർക്കാരാണ് വന്നിരുന്നിട്ട് പറയുന്നത് ഊരിപ്പിടിച്ച വാളിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന്. ഊരിപ്പിടിച്ച വാളിൻ്റെ
വാളിൻ്റെ അടിയിൽ കൂടെ നടക്കണമെന്നില്ല സഖാവേ. നമ്മുടെ സമൂഹത്തിൽ ഈ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്മാർ ആ തല കൊയ്യാൻ സാധിക്കണം. അവിടെയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനഹിതം അറിഞ്ഞൊരു നേതാവാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. VS അച്യുതാനന്ദനെ ഉമ്മൻചാണ്ടിയൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. അവർ ഭരിച്ചിരുന്ന സമയത്ത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഒരു പാർട്ടി അനുകൂലിച്ച് പറയുന്നതല്ല, എനിക്കൊരു പാർട്ടിയും ഇല്ല. പക്ഷേ കൊള്ളരുതായ്മ കണ്ടു കഴിഞ്ഞാൽ ആ കൊള്ളരുതായ്മയാണെന്ന് തന്നെ ഞാൻ പറയും. അത് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പലർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ പാർട്ടിക്ക് അകത്തുള്ളവരും പുറത്തുള്ളവരും പറയുന്നത് ഇത് ജയിലിൽ നിന്ന് വന്ന വീഴ്ചയാണെന്ന്. ജയിലിൽ നിന്ന് വീഴ്ച വന്നെങ്കിൽ ആ ജയിലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പല്ലേ? എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാത്രം ഏറ്റെടുക്കാനാണോ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്? ഈ ജയിൽ അധികൃതർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, വർക്ക് ചെയ്തില്ലെങ്കിൽ അവരെ ശകാരിക്കാനും അവരെ നിലയ്ക്ക് നിർത്താനും കഴിയാത്ത ഒരു ആഭ്യന്തര വകുപ്പാണോ നമുക്കുള്ളത്? അത് തന്നെയാണല്ലേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും ഞാനിത് പറയുന്നില്ല, ഞാൻ ആഭ്യന്തര വകുപ്പിനെ അവഹേളിക്കുന്നതല്ല. പക്ഷേ ഇത് ഇത്രയും ഒരു സുരക്ഷാ വീഴ്ചയിൽ വന്നൊരു പാളിച്ച എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെ, നമുക്ക് നിസ്സാരമാക്കി കളയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിയിലുള്ള പല പ്രതിനിധികളും ഇതിനെ വെറും നിസ്സാരമാക്കിയാണ് പറയുന്നത്. അവർ പറയുന്നത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല, അത് ജയിലിൻ്റെ ഭാഗത്ത്, ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നൊന്നും മിസ്റ്റേക്കാണ്, ഞങ്ങൾ അവരെ പിരിച്ചു വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ പറയുന്ന സസ്പെൻഷൻ? ഇവന്മാരെയൊക്കെ ഡിസ്മിസ് ചെയ്തൂടെ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ എന്താണ് ഇത്ര വിമുഖത, എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഒരു കാര്യം വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞൂടെ സഖാക്കന്മാരെ? അതെങ്ങനെ പറയാൻ പറ്റുന്നല്ലേ? അത് വെള്ളപൂശാനായിട്ട് നടക്കുകയല്ലേ? ഈ പറയുന്ന ഗോവിന്ദച്ചാമി അവരെ വെള്ളപൂശിയല്ല അല്ലേ? ഗോവിന്ദച്ചാമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്ന പോലീസുകാർ. ഈ നാട്ടുകാരുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്ത പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോയി ഇവനെ കെട്ടി പൊതിഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടാണ്. അതിൽ നാട്ടുകാരിൽ ഒരാൾ ഇവൻ്റെ തലക്കിട്ട് നല്ലൊരു അടി കൂടെ കൊടുക്കുന്നുണ്ട്. തലേ ദിവസം ഈ പറയുന്ന കിണറ്റിൽ നിന്ന് പിടിച്ചപ്പോൾ കണ്ണൂരിലുള്ള ഒരാൾ ഇവൻ്റെ കരണക്കുറ്റി നോക്കി പുകയ്ക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടു. ഇന്നിപ്പോൾ ഇവനെ കൊണ്ട് തെളിവെടുപ്പിന് പോകുന്ന സമയത്ത് ഇവൻ്റെ തലയുടെ പുറയിലിട്ട് നല്ലൊരു അടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ തറപ്പിച്ചിങ്ങനെ നോക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആ ന്യൂസിൽ കാണുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇവർ തന്നെ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, ഈ വനിതാ പോലീസിനെ കാണുമ്പോൾ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന പലതന്തയ്ക്ക് പിറന്നവൻ ഒരുമാതിരി വൃത്തിയുടെ തുറിച്ച നോട്ടം നോക്കാറുണ്ടെന്നുള്ളത്. ഈ തുറിച്ച നോട്ടം നോക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ അവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടല്ലേ? അവൻ തന്നെ പറഞ്ഞു, ഇന്നത്തെ ഒരു വാർത്തയിൽ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കള്ള്, കഞ്ചാവ്, പെണ്ണ്, പയ്യൻ ആരെ വേണമെങ്കിലും കിട്ടും, പൈസ മാത്രം കൊടുക്കണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം വരെ കിട്ടും. അതാണ് അവൻ്റെ ആ ജയിലിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഫോൺ വരെ കിട്ടും, വിളിക്കാനായിട്ട് ഫോണും തരും, പക്ഷേ പൈസ കൊടുക്കണം തരുന്ന ആളുകൾക്ക്. നമുക്കറിയാം പലപ്പോഴും ജയിലിനുള്ളിൽ ഇങ്ങനത്തെ VVIP കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് പല ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഗോവിന്ദച്ചാമി വീണ്ടും തെളിവായിട്ട് പറയുന്നുണ്ട്, എനിക്കിതെല്ലാം കിട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ളത് ഗോവിന്ദച്ചാമി തന്നെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ സർക്കാരിനും നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കും എല്ലാം മൗനമാണ്. ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംവാദമായിട്ട് വന്നോ? ചോദിക്കുന്നവരെല്ലാം സ്കൂളിൽ പോയിട്ട് അരിയിൽ മണ്ണ് വാരിയിട്ടു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രളയം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ മുൻപ് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും പറഞ്ഞുകൊണ്ട് അവർ വേറൊരു ഡയറക്ഷനിലേക്ക് ഇവർ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ തിരക്കുകളാണ് ഇവരെല്ലാവരും, ഒരു ഡയറക്ഷൻ മാറ്റി വിടുന്ന തിരക്കിലേക്കാണ്. എന്നാൽ ഇവിടെ നടന്ന സംഭവത്തിനെ പറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സർക്കാരോ സർക്കാരിൻ്റെ അനുഭാവികളായിട്ടുള്ള ഒരു പാർട്ടി പ്രതിനിധികൾക്കോ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരെല്ലാവരും ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവനെ മകനെ പോലെ അങ്ങ് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെയാണ്. കോടതിയാണെങ്കിൽ പോലും ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവൻ നല്ല നടപ്പിന് വിട്ടതല്ലേ? അവൻ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? പലതന്തയ്ക്ക് പറഞ്ഞവനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായി, ചോറ് തിന്നുന്നവർക്ക് മനസ്സിലായി. എന്നിട്ടും കോടതിക്കും പോലീസിനും മനസ്സിലായിട്ടില്ല. കോടതിയുടെ പോലീസിൻ്റെ ലിസ്റ്റിൽ ഇപ്പോഴും ഗോവിന്ദച്ചാമി നല്ല മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗോവിന്ദച്ചാമിയെ പറ്റി സൗമ്യയുടെ അമ്മ എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കാം. ആ അമ്മ പറയുന്നുണ്ട്, അവനെ കിട്ടിയപ്പോൾ തന്നെ തല്ലി കൊല്ലാമായിരുന്നില്ലേ? ആ നാട്ടിലെ ജനങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഇനി അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്നെയും കൂടി കൊന്നേനെ, അല്ലേ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ ഇനിയും കൊന്നേനും. എത്ര പെൺകുട്ടികൾ എൻ്റെ മകളെ പോലെ ആയിപ്പോയെന്ന് അമ്മ ഒരു വിഷമത്തോടുകൂടി പറയുന്നുണ്ട്. ഒരമ്മയുടെ വിഷമം, ആ മകളെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ വിഷമം നമുക്ക് ആ അമ്മയുടെ കണ്ണുകളിലും അമ്മയുടെ വർത്തമാനങ്ങളിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ ഇത്ര നേരം തീ തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവന് ഇത്രയും ചെയ്തത്. പക്ഷെ ജയിലിൽ ചാടാൻ ഇവന് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല. അതെന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ചെറിയ മതിലല്ല, കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല, അത് ഇത്രയും വലിയൊരു മതിലാണ്. ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇവന് അവിടുന്ന് ഒരാൾ സപ്പോർട്ടുണ്ട്. അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ടുണ്ട്. എനിക്ക് അവരോട് വാക്കുകളേ ഇല്ല, എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല. എനിക്ക് അത്രയേറെ എന്താ പറയണ്ടെന്ന് എനിക്ക് അവരുടെ കാര്യത്തിൽ അറിയില്ല. കാരണം എനിക്ക് ഒന്നും അവരോട് പറയാണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ അവനെ കൊല്ലായിരുന്നില്ലേ എന്ന്.
എന്തിനാ ഈ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കണത്? ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന് തൂക്കുകയർ ഇവനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാം, തൂക്കുകയറിന് മേലെ ഇനി ഇവന് ശിക്ഷ ഇല്ല. ഇത്രയും വലിയൊരു ക്രിമിനല് നമ്മൾ എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവന് ജീവിതകാല അവസാനം വരെ ഇവൻ പുറലോകം കാണരുത് വിചാരിച്ച് നമ്മൾ ഇവനെ ചെയ്തു വെച്ചിട്ട് അവസാനം ഇവൻ ചെയ്ത പണി എന്താ? അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. അപ്പം ആ ജയിലിൽ ചാടി അവന് ഇനി ഇതിനും വലിയ ശിക്ഷ വേറെ ഒന്നുമില്ല, തൂക്കുകയർ. എത്രയും വേഗം അതിനുള്ളൊരു ഇത് ഈ നിയമം നമ്മളെ ഇടയ്ക്ക് കൊണ്ടുവന്നാൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതെങ്ങനെ വരാനാണ് അമ്മേ? നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയിലുള്ള ആളുകളുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഉണരുകയുള്ളൂ. അല്ലാതെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളതുപോലെ ഇവരാരും അനങ്ങത്തില്ല, ഇനി ആരും അനങ്ങാൻ പോകുന്നില്ല. ഇവനെ ഇപ്പം ജയിലിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വിയൂരിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ആ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ സമയത്ത് ഇനി അവിടെ കിടന്ന് അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും, അവിടെ അവൻ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടും, പുതിയ സ്ഥലം, പുതിയ ആളുകൾ, പുതിയ സ്നേഹം, പുതിയ റിലേഷൻഷിപ്പ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവൻ വളരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഈ ജയിലിനുള്ളിൽ നടക്കുന്ന എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലേ. ജയിലിൽ പോകുന്ന എല്ലാ പ്രതികൾക്കും അവർക്ക് വേണ്ടുന്ന പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മുടെ സർക്കാരും പോലീസുകാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രതികളെ ഒരു മകനെ പോലെയാണ് സ്നേഹിച്ച് അവങ്ങോട്ട് വരവേൽക്കുന്നത്. ചെന്താമരയുടെ വിഷയത്തിലേക്ക് കണ്ടാണ് ചെന്ന് ചോദിച്ചപ്പോഴേ അങ്ങോട്ട് ചോറും അച്ചാറും ഇവന്മാർക്ക് വേണ്ടുന്ന എല്ലാം മേടിച്ചു കൊടുത്തു. അതിൽ വേറെയൊക്കെ വരുന്നത്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ ഈ പുറത്തിരിക്കുന്നവൻ എന്താ വിചാരിക്കുന്നത്? ഒരു പ്രതിയാകാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഈ വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട ആരുടെയും വായിരിക്കുന്ന കേൾക്കണ്ട, നേരെ അങ്ങ് ജയിലിലോട്ട് പോകാന്നുള്ളൊരു വിചാരം കൊണ്ട് എത്ര പേര് ഇനിയും കൊലപാതകങ്ങളാവും. ഈ ഗോവിന്ദചാമിക്ക് കിട്ടിയ ഈ ഒരു സ്വീകരണം, അല്ലെങ്കിൽ ഗോവിന്ദചാമി എന്ന് പറയുന്നവനെ ഈ സമൂഹം മുഴുവൻ അറിഞ്ഞപ്പോൾ അവൻ അതിൽ കുറച്ച് ആനന്ദിക്കുന്നുണ്ടാവും. അതിലവന് സ്വയമേ ഒരു ആഹ്ലാദം ഉണ്ടാവും. ഞാൻ ഇങ്ങനെയാണല്ലോ, ഒരു വലിയൊരു സാമ്രാജ്യമായി ഞാൻ വളർന്നല്ലോ എന്നൊരു ചിന്താഗതി കാണും. ഒറ്റ കൈ മാത്രമുള്ള ഗോവിന്ദചാമിയെ ജയിൽ എങ്ങനെ ചാടിയെന്ന് അമ്മ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചാടാൻ സാധ്യതയില്ല. അവൻ എങ്ങനെ ചാടിയെന്നുള്ള അറിയില്ല, അതിന് ജയിലിനകത്തോ പുറത്തോ ഒത്താശ ഉണ്ടെന്നുള്ള അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അവനെ കിട്ടിയപ്പോൾ തന്നെ തല്ലി കൊല്ലാമായിരുന്നില്ല എന്നാണ് അമ്മ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞാനും വിചാരിച്ചത്. അവനെ ആ കിണറ്റിൽ കണ്ട സമയത്ത് തന്നെ വല്ല കല്ലും പിടിച്ചിട്ട് അവൻ്റെ തലയങ്ങ് പൊട്ടിച്ച് കളയായിരുന്നു ആ പോലീസുകാരെ വിളിക്കുന്നതിന് മുൻപ്. പക്ഷെ അതാരും ചെയ്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇനി അവരുടെ തലയിൽ നമുക്കറിയാം വാദിയെ പ്രതിയാക്കുന്ന, അല്ലെങ്കിൽ ഇവൻ എത്ര കുറ്റവാളിയാണെങ്കിൽ ഇവനെ ചേർത്ത് പിടിക്കുന്ന സംവിധാനമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവൻ എന്തൊക്കെ ചെയ്താലും ഇവനെ ചേർത്ത് പിടിക്കാൻ തന്നെ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളൊന്നും കൂടുതലായിട്ട് ചെയ്യാഞ്ഞത്. പക്ഷേ പോലീസിന് കയ്യിൽ കിട്ടിയ സമയത്ത് ഇവൻ്റെ തല നോക്കി, ഇവൻ്റെ കർണക്കുറ്റി നോക്കി പോയിക്കുക നമ്മൾ കണ്ടായിരുന്നു. അതെന്തായാലും അവന് വേണ്ടുന്ന തന്നെയാണ്. പക്ഷേ മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും ഇവൻ അർഹിക്കുന്നില്ല എന്നുള്ള അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇവൻ അർഹിക്കുന്നുമില്ല. ഇവനത് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം താനും. അപ്പോൾ ഇതിൽ റിപ്പോർട്ടർ ചാനൽ ഇന്ന് കണ്ടൊരു വാർത്തയാണ്. സുജയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, നമുക്കറിയാം റിപ്പോർട്ടർ, പുള്ളിക്കാരി എന്ത് കാര്യങ്ങളെ പറ്റിയും പറയുമ്പോൾ അത് BJP പറ്റി പറയുമ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് ചായ ഉള്ളതായിട്ട് നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു വിഷയത്തിൽ പുള്ളിക്കാരിയുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ അത് വളരെ അത്യാവശ്യമായിരുന്ന, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഈ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പുള്ളിക്കാരി പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരി പറയുന്നത്, ചാട്ടത്തിൽ പിഴച്ചതിൽ ഹീറോ ആയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. കണ്ണൂരിലെ നാട്ടുകാർക്കാണ് കയ്യടി കൊടുക്കേണ്ടത്, അല്ലാതെ പോലീസുകാർക്കല്ല. പോലീസുകാർ അവിടെ ഉണർന്നിരുന്നിട്ടും രാത്രിയിൽ പാറാവ് നിന്ന ആളുകൾ മഴ കാരണം ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ രാവിലെ നിന്നവരെവിടെയായിരുന്നു? ഇവൻ ചാടിയത് രാവിലെ അല്ലേ? അപ്പോൾ ഇവൻ ചാടിപ്പോകുന്ന അവരാരും കണ്ടില്ല. എല്ലാവരും ഉറക്കമായിരുന്നു, എല്ലാവരും നിദ്രയിലായിരുന്നു. ക്യാമറ ഉറക്കമായിരുന്നു, ഇലക്ട്രിക് ഫെൻസിങ് ഉറക്കമായിരുന്നു. അപ്പോൾ ഇവൻ പോയതോ ഇവൻ വന്നതോ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ എങ്ങനെ ഉണർത്താൻ പറ്റുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ പോലീസുകാരുടെ കാര്യം. ഇവർ ഉറങ്ങുകയായിരുന്നില്ല, ഉറക്കം നടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ സുഖമായിട്ട് അവൻ ആ മതിലും ചാടി അവൻ ഇറങ്ങിയേക്ക് പോയി. പക്ഷേ പ്ലാനിങ് എല്ലാം അടപടലം മൂഞ്ചി. നേരത്തെ തന്നെ അറിഞ്ഞ ആരോ റിപ്പോർട്ട് ചെയ്തപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വന്നു. അങ്ങനെ ജനങ്ങളിൽ ഒരാൾക്ക് ഇവനെ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇവൻ്റെ ഈ പ്ലാനിങ് മൂഞ്ചി കിണറ്റിലേക്ക് ചാടി അവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ സുജയ് എന്താണ് പറയുന്നത് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. സസ്പെൻഷനിലായ 4 പേരെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ്? പകലുണ്ടായിരുന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ. രാത്രിയിലുള്ളവർ ഉറങ്ങിപ്പോയി, മഴയാണ്, ഉറങ്ങിപ്പോയി. അതാണ് ഇപ്പോൾ പറയുന്ന വാദം. പക്ഷേ പകലുണ്ടായിരുന്നവർ ഇതൊന്നും കണ്ടില്ലേ? ഇയാൾ എന്തായാലും ഈ രാത്രിയിൽ പോയി ഇതൊന്നും പെറുക്കിക്കൊണ്ട് വന്നതല്ലോ. ആ ഭാഗത്ത് തന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ജയിൽ ചാടാനായി കൃത്യമായി ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ജയിലാണ്. ആ ജയിലിൽ ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അയാൾക്ക് അതിനുള്ള സഹായം കിട്ടണം. മാത്രമല്ല ജയിൽ ചാടിക്കഴിഞ്ഞിട്ടാണ് പോലീസ് ഇതെല്ലാം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി ഗോവിന്ദചാമിയെ സഹായിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും സുപ്രീം കോടതി വരെ പോയി അയാളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കാൻ കിട്ടിയ ആ ഒരു സഹായത്തിന്റെ റൂട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനൊന്നും അല്ല എന്നത് അപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ്. പിന്നെ അയാളുടെ ഈ ചാട്ടം ഉണ്ടായതിനു ശേഷം ചാട്ടത്തിൽ പിഴച്ചു,
പക്ഷേ ഞങ്ങൾ പിടിച്ചതിൽ ഹീറോ ആയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിടിച്ചത് യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൂടിയാണ്. മാധ്യമങ്ങൾ തത്സമയം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണൂരിലെ നാട്ടുകാരാണ്, അവർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. പോലീസ് സംവിധാനം അവിടേക്ക് എത്തി പിടികൂടുന്നു. പക്ഷേ അവിടെ നാട്ടുകാർ എത്രത്തോളം അലേർട്ടായിരുന്നു. കാരണം ഈ കുറ്റകൃത്യത്തിന്റെ ഒരു എത്രത്തോളം ഹീനമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ കൊലയിലേക്ക് വരെ എത്തിച്ചത് എന്നുള്ളത് നാട് മുഴുവൻ ചർച്ച ചെയ്തതാണ്. 2011 സംഭവമാണ്. 14 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും ആ മനുഷ്യരുടെയൊക്കെ, ബിനോജ് അടക്കമുള്ളവരുടെ, ബിനോജിന്റെയും ഉണ്ണിയുടെയും ഒക്കെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മരണം ഉള്ളത് കൊണ്ടാണല്ലോ ഗോവിന്ദച്ചാമി എന്നവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഈ രൂപമാറ്റം സംഭവിച്ചയാൾ എപ്പോഴേ തമിഴ്നാട്. തീർച്ചയായിട്ടും ഈ സുജയ് എന്ന് പറയുന്ന അവതാരിക പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നു? നിയമ സംവിധാനങ്ങൾ ഇത്തരം പ്രതികൾക്ക് വേണ്ടിയിട്ട് എന്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ആരുത്തരം പറയും സഖാക്കന്മാരെ? ആരുത്തരം പറയും പിണറായി സഖാവേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ മൗനം പാലിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്തോ വലിയ കാര്യങ്ങൾ നേടിയെന്ന് പറയുമ്പോഴും ഒരു സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുത്തു എന്നുള്ള സന്തോഷത്തിൽ നിങ്ങൾ ആർപ്പ് വിളിച്ച് നടക്കുമ്പോഴും ഇങ്ങനത്തെ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന പിന്തുണ കാണുമ്പോൾ ഞങ്ങൾ ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പേടിയാണ്. നാഥനില്ലാ കളരിയാണല്ലോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയാണ് പ്രശ്നമെങ്കിൽ പാർട്ടിയെ നീക്കണം, പാർട്ടിയിലുള്ള ആളുകളാണ് പ്രശ്നമെങ്കിൽ അവരെ നീക്കണം. അത് പാർട്ടിയുമല്ല ആളുകളുമല്ല പ്രശ്നമെങ്കിൽ ആരാണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും നാളെ വീണ്ടും ഇത് ആവർത്തിക്കും. ഇനിയും ഒരുപാട് സൗമ്യന്മാരുണ്ടാവും, ഇനി ഒരുപാട് ഗോവിന്ദച്ചാമി ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. നിസ്സംശയം പറയാം, ഗോവിന്ദച്ചാമിയെ പോലെ ഉടലെടുക്കാനായിട്ട് ഇനിയും എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കണ്ടിരിക്കാം. എന്തായാലും അങ്ങനെയുള്ള ഒരു അനർത്ഥവും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമ്മളോട് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, എല്ലാ വിഷയങ്ങളിലും വ്യക്തവും സ്ഫുടവുമായിട്ട് പ്രതികരിക്കുന്ന, ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആണൊരുത്തനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് നമ്മുടെ ഹാഷ്മി എന്ന് പറയുന്നത്. 24 ന്യൂസിന്റെ അവതാരകനായിട്ടുള്ള ഹാഷ്മി ഈ ഗോവിന്ദച്ചാമിയെ പറ്റി ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് പല കാര്യങ്ങളെപ്പറ്റി ഗോവിന്ദച്ചാമി ചാടിയത് മുതൽ ഗോവിന്ദച്ചാമി രക്ഷപ്പെടാൻ ഉപയോഗിച്ച വഴികളടക്കം എല്ലാ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഹാഷ്മി എന്ന് പറയുന്ന അവതാരകൻ ചോദിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് ഗോവിന്ദച്ചാമിയിട്ട നാണക്കേടിൽ ഉപ്പ് വീണത് നിങ്ങളുടെയൊക്കെ ഉച്ചയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു അവതരണ ശൈലി അല്ലെങ്കിൽ ആ ഒരു അവതാരകന്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. അവനെ ഏതോ ചാർലിയോ തോമസോ ഏതാണ്ടൊക്കെ മാറ്റി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ആ മാറ്റിവിലയുടെ ദുഷ്ടലക്ഷ്യങ്ങൾ, വെറിയൻ അജണ്ടകൾ, ചോറിൽ ചോര തിരിയുന്ന ശീലമാണ്. അത് വിട്ടേക്ക്. ഇനി അത് ചാർലി ആണെങ്കിലും ചാമിയാണെങ്കിലും വൃത്തികെട്ടവൻ, മനുഷ്യഗണത്തിൽപ്പെടുത്താൻ കൊള്ളാത്തവനാണെന്നും അധമജന്മം ഏതു വിധേനയും ഒന്ന് ചത്തുമലച്ചത് കണ്ടാൽ മതിയെന്നും ആഗ്രഹിക്കുന്നവരാണ് പേരുമാറ്റിക്കളുടെ അജണ്ടകളില്ലാത്ത മലയാളി. ഒരു മനുഷ്യനല്ലേ ചത്തുമലച്ചെന്നൊക്കെ പറയാവോ മാപ്രേ എന്ന മനുഷ്യാവകാശത്തിന്റെ വ്യാജമാസ്കം പൊക്കിപ്പിടിച്ച് ആരും ഇങ്ങോട്ട് വന്നേക്കല്ല. തീപ്പാളത്തിൽ ചോര കട്ട പിടിച്ച ചോരനാളിന്റെ പേക്കിനാവിൽ പിന്നീട് അങ്ങോട്ട് ചിരിക്കാൻ മറന്നുപോയത് ആ പെറ്റവയർ മാത്രമല്ല. ഏതു കാട്ടുജീവിയും നാണിച്ചു പോകുന്ന ക്രൂരത കണ്ട് ഈ നാടിന്റെ മനസാക്ഷിക്കുണ്ടായത് ആഴത്തിലെ മുറിവാണ്, ബ്രെയിൻ ഡെത്താണ്. 23-കാരിയെ പിഴിഞ്ഞ് പഴന്തുണി പോലെയാക്കി തല തകർത്ത ചോരപ്രളയത്തിൽ പാളത്തിൽ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ പാഴു ജന്മം പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട്, സാറേ വഴിവക്കിൽ പായസം കിട്ടിയാൽ കുടിക്കാതങ്ങ് പോകാമോ? ഓർത്താൽ ഇപ്പോഴും അടിച്ചു മോന്ത പൊളിക്കേണ്ട കൈത്തരിപ്പാണ്. ആ മനുഷ്യവിരുദ്ധ തെമ്മാടി ഈ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി നെഞ്ചുവിരിച്ച് നടന്നെങ്കിൽ, പിന്നീട് മാധ്യമങ്ങളോട് അശ്ലീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. ഇനിയും ഞാൻ ചാടും, പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് ആ വെല്ലുവിളി. ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില PR ദുരന്ത പ്രവാചകന്മാർ ആഴ്ചയ്ക്ക് 600 വട്ടം മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ മാധ്യമ ജാഗ്രത കൊണ്ടാണ് ആ കാളകൂടം അകത്തായതല്ലാതെ കാക്കിത്തൊപ്പിയിലെ പുന്തൂവൽ എന്നൊക്കെ പറഞ്ഞ് BGM വിട്ട് തള്ളൽ അല്പത്തരമാണ്. ഏമാന്മാരെ നാണമുണ്ടോ? അരക്കഴഞ്ചിന് വേണ്ട ഉളുപ്പ്. ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി, ഒരു ചെന്താമര ജാമ്യത്തിലിറങ്ങി ഒന്നല്ല 2 പേരെ പിന്നെയും കഴുത്തറത്ത് കൊന്ന് കാട് കയറി അധിക നാളാവും മുൻപ് വെറുക്കപ്പെട്ടവൻ ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ കമ്പിയർത്ത് ആകാശക്കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല. ഒറ്റപ്പെട്ട 100 അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ്, മഹാദുരന്തമാണ്, നാണം കെട്ട തോൽവി. ഇരുമ്പറ മുറിക്കും മുൻപ് എന്തോ ഉപ്പ് വാരി പൊത്തിയെന്നാണ് കേൾവി. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ സാത്താന്റെ പുത്രൻ ഈ ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ച് മുണ്ടക്കോലെടുത്ത സിസ്റ്റത്തിന്റെ സത്യസാക്ഷ്യം ആഭ്യന്തര വകുപ്പെ, ആ നക്ഷത്രപ്പെരുക്കത്തിൽ കാക്കിയിട്ട മേലാളന്മാരെ, ഗോവിന്ദച്ചാമിയിട്ട നാണക്കേടിന്റെ ഉപ്പ് അട്ടിയറഞ്ഞു വീണത് ഇരുമ്പറക്കല്ല, നിങ്ങളുടെയൊക്കെ ഉച്ചയ്ക്കാണ്. കണ്ടില്ലേ? നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറും ഇവർ രണ്ടുപേരുമാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ജനങ്ങളുടെ ഹിതമറിഞ്ഞ അല്ലെങ്കിൽ ജനമനസ്സുകളിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്ന അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന 2 അവതാരകന്മാർ. ഇവർക്ക് 2 പേർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇത്രയും നല്ല ഇങ്ങനെയുള്ള അവതാരകന്മാരാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കേരളത്തിൽ ഓരോ ജനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ആ സൗമ്യയുടെ അമ്മയും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഈ പറയുന്ന ഹാഷ്മി എന്ന് പറയുന്ന ആ അവതാരകൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തന്തയ്ക്ക് പ്രക്കാരിക ചെയ്തവനെ
തന്തയ്ക്ക് പിറക്കാത്ത ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? നമുക്കൊരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ നാറിയ ഭരണകൂടങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്നവരും ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന് പറയുന്നവരും യുവമാരൊക്കെ പുറത്തിറങ്ങി വിലസി നടക്കുന്ന മാധ്യമങ്ങളെ കാണുമ്പോൾ നടുവിരൽ നമസ്കാരം കാണിക്കുന്നതും ചിരിച്ച് കാണിക്കുന്നതും കണ്ണിറുക്കി കാണിക്കുന്നതും തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നതും നമ്മുടെ ആഭ്യന്തരം വൻ തോൽവിയാണെന്നുള്ളത് വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് എന്ത് സുരക്ഷയും എന്ത് സംവിധാനവുമാണ് നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നത്? എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ പീഡനത്തിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം അല്ലേ. ഇത് UP-യോ ബീഹാറോ ഒന്നുമല്ല, കേരളമാണ്. ഈ കേരളത്തിലാണ് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന പലതന്തയ്ക്ക് പറഞ്ഞ തന്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ ചൂണ്ടിക്കാണിക്കുന്നവൻ വന്നിട്ട് ഈ പരിപാടി കാണിച്ച് സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നിട്ട് പോയത്. എന്നിട്ട് പോലും നമ്മുടെ സർക്കാരിന് അവന്റെ ഒരു ചെറു രോമത്തിൽ തൊട്ട് വേദനിപ്പിക്കാനോ ഒരു കാര്യത്തിന് സാധിക്കുന്നില്ല. ആ നാട്ടുകാരിൽ ഒരാൾ വന്ന് അടിക്കുമ്പോൾ പോലീസുകാർ പിടിച്ചു മാറ്റുന്നുണ്ട് അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണ് ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ആരുടെയെങ്കിലും വേണ്ടപ്പെട്ടവനോ മകനോ വല്ലതാണോ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ? കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തല്ലിക്കൊല്ലണമായിരുന്നു. അമ്മ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാനും പറയുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവനൊക്കെ ഇഞ്ചിഞ്ചായിട്ട് തല്ലിക്കൊല്ലണമായിരുന്നു, ഒരിക്കലും വിടാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഇവനെ വിയൂരിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. പോലീസുകാരുടെ ഭാഗത്തുള്ള തോന്നിവാസങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പോലീസുകാർക്ക് വേണ്ടിയിട്ട് ദേഷ്യം കാണും. അപ്പൊ ഇനിയും സ്വാഭാവികമായിട്ട് ഇവനെ വേണ്ട രീതിയിൽ ഇവർ ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇവൻ പോലീസുകാർ എല്ലാ സംവിധാനം ഒരുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇതിനെപ്പറ്റി നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ആരും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരിക്കുമ്പോഴും ഇവരുടെ ഭാഗത്തുള്ള വീഴ്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 ആണെന്ന് പറയുന്ന സർക്കാരെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കും. പലപ്പോഴും ഞാൻ പറഞ്ഞു കണ്ണു തുറക്കുന്നു. ഒരാൾക്ക് പോലും കണ്ണു തുറക്കാൻ സമയമില്ല, അവർക്കെല്ലാം വെള്ള പൂശാനാണ് സമയം. ഇപ്പോൾ ഗോവിന്ദൻ മാഷിനെ വിളിച്ചാലും അതേപോലെ തന്നെ വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞു ഇയാൾ സ്കൂളിലൊന്നും പഠിച്ചില്ല, അയാൾ പറഞ്ഞ് ശരി തന്നെയാണ്, അയാളുമായിട്ട് ബന്ധമില്ലാത്തൊരു മേഖലയാണ്. പക്ഷേ ആ പാർട്ടിയിൽ ഒരു അനുഭവിയായിട്ടിരിക്കുമ്പോൾ അവിടെ ആ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്ന കാര്യങ്ങളിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു മോശപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അവരുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഒരു പാർട്ടിയിൽ ഒരു അനുഭാവിയായിട്ട് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രതിനിധിയായിട്ടൊക്കെ ഇരിക്കുന്നത്? വല്ലാത്ത കഷ്ടമാണ് കേട്ടോ ഈ അവസ്ഥ എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി മാറ്റി ഈ പറയുന്ന ആളൂരിന്റെ ഈ ഒരു പ്രസ്താവന, ആളൂർ എന്തായാലും തീർന്നു, ഇനിയിപ്പോൾ ഇവന് വേണ്ടി വാദിക്കാൻ ആരും ഒരു കൊടികുത്തി ഏത് വക്കീൽ വന്നാലും ദൈവത്തിന്റെ കോടതിയുടെ മുന്നിൽ ഇവൻ എന്തായാലും മരണപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ദൈവമാവുന്ന കോടതിയുടെ മുന്നിൽ ഇവൻ പെടുക തന്നെ ചെയ്യും. എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി മാറ്റിക്കൊണ്ട് ഇവൻ എത്രയും പെട്ടെന്ന് തൂക്കേറ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് കൊടുക്കുക. ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വന്നൊരു ഗതി ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ആ സൗമ്യക്ക് നീതി കിട്ടട്ടെ, ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ, ആ അമ്മയുടെ കണ്ണുനീരിന് ഒരു ശമനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.